ഇന്ത്യയുടെ തന്നെ ലാസ്റ്റ് ലാൻഡായ ധനുഷ്കോടിയും അതേപോലെ ഫസ്റ്റ് സീ ബ്രിഡ്ജായ പാമ്പൻ പാലവും സ്ഥിതി ചെയ്യുന്ന രാമേശ്വരത്താണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുരൈ ജംഗ്ഷനിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ മധുരൈ റെയിൽവേ സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് മധുരൈ രാമേശ്വരം പാസഞ്ചറിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പം സമയം 12 മണി ആയിട്ടുണ്ട്. 1 മണിക്കാണ്, ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മുടെ മധുരൈ രാമേശ്വരം പാസഞ്ചർ ഇവിടുന്ന് എടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് 1 മണിക്ക് മധുരയിൽ നിന്ന് 1 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് രാമേശ്വരം എത്താൻ പറ്റുന്നത്. രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും പിന്നെ വൈകുന്നേരം ഒരു സമയത്തുമാണ് ഈ പാസഞ്ചേഴ്സ് റൺ ആവുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് അമൃത എക്സ്പ്രസിന് ഒരു വട്ടം പോയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കണേ. നമ്മൾ പാസഞ്ചറിന് ആദ്യമായിട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ നോക്കാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ബുക്കിംഗ് ഓഫീസ് വരുന്നത്. മധുരയുടെ പണി നടക്കുന്നതുകൊണ്ട് പുറത്തോട്ട് ആക്കിയേക്കാണ്. നമ്മൾ എന്തായാലും ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ റെയിൽവേ ആപ്പ് വഴി. നമ്മുടെ ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ആളുണ്ടെന്നാ തോന്നുന്നത്. സീറ്റ് കിട്ടുമോ എന്തായാലും നോക്കാം. 4 മണിക്കൂറത്തെ യാത്ര വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പോഴേ പാക്ഡ് ആണ്. ഇത് ലേഡീസ് അല്ലല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ അഴുക്കാക്കി നശിപ്പിച്ചിട്ടേക്കും. ഇവിടെ ഇരുന്ന് നോക്കാം. നമ്മളങ്ങനെ കയറി എഞ്ചിൻ്റെ തൊട്ട് കുറഞ്ഞ് തന്നെ സീറ്റ് പിടിച്ചു. അപ്പുറത്ത് തേജസ് രാജധാനി കിടപ്പുണ്ട്. ചേർക്കാറാണ് കിടക്കുന്നത്. തേജസ്സിൽ കയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് റേറ്റ്, 2 ഈ ചേർക്കാറല്ലാത്ത തേജസ്സിലാണ് എനിക്ക് കയറാൻ താല്പര്യം. ഇനിയും 1 മണിക്കൂറുണ്ട്. നമ്മൾ നേരത്തെ വന്നു, എന്നിട്ട് ഇത് ഫുള്ള് പാക്ഡ് ആണ്. ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. നമുക്കിനി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി എടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാഴ്ച കാണാം. അങ്ങനെ നമ്മുടെ രാമേശ്വരം പാസഞ്ചർ മധുരൈ ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 മണിയായി. 1 മണിക്ക് തന്നെ വണ്ടി എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ രാമേശ്വരം പാസഞ്ചർ രാമേശ്വരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും മെയിൻ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്, ഒരു 3-4 പേര് വന്ന് സീറ്റ് ഇരിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുക്കില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അതും ജനറൽ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നതാണ്. എല്ലാവർക്കും ഇരിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഒരു സീറ്റിൽ മിനിമം 5 പേർക്ക് ഇരിക്കണം. അതിൽ കൂടുതലൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ജനിക്കായിരിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇത് 3 പേര് 4 പേര് ഇരുന്നിട്ട് സീറ്റ് കൊടുക്കില്ല ഒരു സീറ്റിൽ. അവിടെ ഒരാൾക്ക് നല്ല വിശദമായിട്ട് നല്ല തീരിച്ചിരിക്കാനായിട്ട് സ്ഥലം ഉണ്ടാവും, പക്ഷെ സീറ്റ് കൊടുക്കില്ല. ഇപ്പം ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ എത്തിയേക്കാണ് ഒരു സീറ്റിൽ. ആ കുട്ടി എടുത്തിട്ടുണ്ട് 2 പേരുടെ സീറ്റ്. ഉറങ്ങുന്ന കുഞ്ഞാണ്, കൊച്ചിന് ഉറങ്ങണം എന്ന് പറഞ്ഞാണ് സീറ്റ് കൊടുത്തത്. കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 വയസ്സ് കാണും. അപ്പം ഉറങ്ങുന്ന കുഞ്ഞാണ്, അതുകൊണ്ട് ഉറങ്ങണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പ്രായമായ അപ്പൂപ്പനോ അമ്മയൊക്കെ വന്നിട്ട് പോയി അവർക്ക് സീറ്റ് കൊടുക്കുന്നു. പിന്നെ ഒരു ചേച്ചി വന്നു, അത്യാവശ്യം നല്ലൊരു തെൻ്റെയിടമുള്ളൊരു ചേച്ചി വന്നിട്ട് പടി കിടത്തി ഉറക്കണം എന്ന് പറഞ്ഞിട്ട് സീറ്റ് എടുത്തു. അപ്പം അപ്പുറത്തിരിക്കുന്ന അമ്മൂമ്മ, ഞങ്ങൾ പെണ്ണുങ്ങളിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ ഓർമ്മ അച്ഛനോട്. പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലേഡീസിൽ പോയിരിക്കണം. ഇത് അവർക്ക് ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള അവകാശമില്ലേ? ആണുങ്ങളും ടിക്കറ്റ് എടുത്തല്ലേ കയറുന്നത്, ലേഡീസിലല്ലോ കയറിയുന്നത്. ലേഡീസ് ആണെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ മധുരയിൽ ഇപ്രാവശ്യം വന്ന ഒരു ട്രെയിൻ യുണീക്ക് ഒരു അനുഭവമായിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ആ ഒരു ട്രെയിൻ ട്രാവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സ്റ്റോപ്പുകളിൽ ട്രെയിൻ നിർത്തുന്നില്ല, ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ഗുരുവായൂർ താമ്പരം, ചെന്നൈ എഗ്മോറാണ്, പക്ഷെ താമ്പരം വരെ പോകുന്നുള്ളൂ. അപ്പം ഗുരുവായൂർ താമ്പരം എക്സ്പ്രസ്സിൽ കയറാനായിട്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്കൊരു നോർത്ത് ഫീല് കിട്ടുന്നു. എന്താണോ എന്തോ ആത്മാമൊക്കെ ട്രാക്കില് എനിക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അത്യാവശ്യം ഭയങ്കര സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത്. നോക്കി, മധുരൈ രാമേശ്വരം പാസഞ്ചറിന്റെ ഫസ്റ്റ് സ്റ്റോപ്പായ മധുരൈ ഈസ്റ്റിൽ എത്തിയേക്കാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത ആളുണ്ട്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, കുഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര വെയിലാണേ. ഇവിടെ ജസ്റ്റ് 1 മിനിറ്റ് സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ട്രെയിനിന്റെ ബാക്കിയുള്ള സ്റ്റോപ്പ്സ് ഏതാണെന്ന് നോക്കാമേ. 1 മണിക്ക് വിടുന്ന നമ്മുടെ ഈ ട്രെയിൻ 4:45 ആകുമ്പോഴാണ് രാമേശ്വരം എത്തുന്നത്. ഇതിന് മധുരൈ ഈസ്റ്റ്, സിലൈമാൻ, തിരുപ്പുവന്നം,
തിരുപ്പാച്ചെട്ടി, രാജഗംഭീരം, മനമധുരൈ ജംഗ്ഷൻ, അങ്ങനെ കുറേ സ്റ്റോപ്പുണ്ട്. സുതിയൂർ, പരമക്കുടി, സട്ടിരിക്കുടി, രാമനാഥപുരം, ഉച്ചില്ലി, പാമ്പനിലൊക്കെ സ്റ്റോപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 4:45 മധുരയല്ലല്ലോ, രാമേശ്വരം എത്തുന്നത്. 4:45 മണിക്കൂറത്തെ ജേണിയാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യാതൊരു പ്ലാനും ഇല്ല. എവിടെ പോകും, എങ്ങനെ സ്റ്റേ ചെയ്യും, ഒരു ഐഡിയ ഇല്ലെന്നാണ് നമ്മൾ പോകുന്നത്. മീൻസ് എവിടെ പോകുന്ന പ്ലാൻ ഉണ്ട്, എവിടെ സ്റ്റേ ചെയ്യുന്ന യാതൊരു പ്ലാനും ഇല്ല. ടോട്ടൽ നമ്മൾ 161 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അതും 4:45 മണിക്കൂറിലാണ് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകാനായിട്ട് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പായ സിലൈമാനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു സ്റ്റേഷനാണ്, പക്ഷെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സഫോക്കേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതുപോലെ വെയില് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പുതിയതായിട്ട് പണിഞ്ഞേക്കുന്നതാണ്. അതൊരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മുമ്പത്തെ സ്റ്റേഷനെ അപേക്ഷിച്ച് മറ്റേ മധുര ഈസ്റ്റിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ ടോയ്ലറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ മനമധുരൈ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മീൻസ് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഒരു പാട്ടീനെ കിട്ടിയിട്ടുണ്ട്. പാട്ട് നമ്മോട് പറഞ്ഞത് വിരുദനഗറിലൊരു മലയുണ്ട്, അത് 7 മല കയറണം. ഒരു അമ്പലമാണ്. മനമധുരൈ. നമുക്കപ്പുറത്ത് ഒരു മനമധുരൈ ജംഗ്ഷൻ, അപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നത്. മധുരൈ രാമേശ്വരം. അതെ, ഇങ്ങോട്ട് വരുന്ന പാസഞ്ചർ ട്രെയിനാണ് ഇത്. രാവിലെ 7 മണിക്കൊരു പാസഞ്ചർ ഉണ്ട്. ആ പാസഞ്ചറാണ് ഇത് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. NS G5 കാറ്റഗറിയിൽ പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ അപ്പുറത്താണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ 5 പ്ലാറ്റ്ഫോം ആണ് ഉള്ളത്. 3 എണ്ണമാണ് നോർമലി വർക്കിംഗ് ആയിട്ടുള്ളത്. ബാക്കി 2 എണ്ണം ഗുഡ്സ് വണ്ടികൾ ഇടാനും ഡോക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. 9 മിനിറ്റ് ലേറ്റോടാണ് നമ്മുടെ ട്രെയിൻ ഓടുന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഹോൺ അടിച്ച് 5 മിനിറ്റിന് ശേഷം മാമധുരൈ ജംഗ്ഷനിൽ നിന്ന് എടുത്തേക്കാണ്. ചെറിയ ചെറിയ സ്റ്റേഷൻസ് കാണിക്കുന്നില്ല. പറ്റുന്ന സ്റ്റേഷൻസ്, ജംഗ്ഷൻസ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ സ്റ്റേഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും പാമ്പനും രാമേശ്വരം ഞാൻ കാണിച്ചിരിക്കും. അതിന് നടക്കുന്ന പാമ്പൻ പാലും. രാവിലെ ആണെങ്കിൽ ഒരു ദോശ കഴിച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. 2 മണിയായേ. നല്ല പാടവും വെയിൽ കാരണം നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. പുള്ളി എൻ്റെ ക്യാമറ കണ്ടിട്ടാണോ എന്താണോന്ന് എനിക്കറിയില്ല. കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം എനിക്കവിടെ മനസ്സിലാവണില്ല. നമ്മളിതേ പരമക്കുടി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്താറായേ. ഇവിടുന്ന് ഏകദേശം എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാവരും കുറേ പേര് ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലുതല്ല, എന്നാലും നോർമൽ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ കയറുന്നുണ്ട്. ഇവിടെ ഒരു 2 മിനിറ്റ് സ്റ്റോപ്പാണ് വരുന്നത്. അടിയാണ് സീറ്റിന്റെ പേരിൽ അടി. ഒരു ക്രോസ് ചെയ്യുന്ന കണ്ടോ? ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയാണിത്. ഈ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള സ്റ്റേഷനാണ്. വെയിറ്റിംഗ് റൂം ഉണ്ട്, ക്ലോക്ക് റൂം ഉണ്ട്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്റ്റേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ റൂട്ട് എന്ന് പറയുന്നത് കുറേ റൂറൽ ഏരിയകളെ കണക്ട് ചെയ്യുന്ന റൂട്ട്. അതുകൊണ്ട് തന്നെ ഈ പാസഞ്ചർ ട്രെയിൻസിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഡെയിലി റണ്ണിങ് ആയിട്ടുള്ള പാസഞ്ചർ ട്രെയിൻസിലെ. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 2-3 പാസഞ്ചർ ട്രെയിൻസ് ഇതുവഴി റൺ ചെയ്യുകയും ചെയ്യും. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഏത് ട്രെയിനിൽ കയറിയാലും ഒരു വഴക്ക് കാണാനായിട്ടുള്ളൊരു
അവസരം ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി സീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് രാമേശ്വരത്തു നിന്ന് ഉള്ള ട്രെയിൻസ്, നമുക്ക് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻസാണ്. എല്ലാ ഞായറും ചൊവ്വയും ശനിയാഴ്ചയും രാമേശ്വരം എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ട്. പിന്നെ 7 മണിക്ക് മധുരൈ രാമേശ്വരം പാസഞ്ചർ ഉണ്ട്. 9:50 അമൃത എക്സ്പ്രസ് ഉണ്ട്. പിന്നെ 1 മണിക്കും 6:30 ഈ സെയിം മധുരൈ രാമേശ്വരം പാസഞ്ചറാണ് രാമേശ്വരത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പാസഞ്ചേഴ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മധുരയിൽ പോയില്ല, അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കണേ. ആ ടൈമിൽ നമ്മൾ പാസഞ്ചർ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ടുള്ള പാസഞ്ചേഴ്സ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. 26 മിനിറ്റ് ലേറ്റാണ് നമ്മുടെ വണ്ടി. ഇപ്പോഴും പരമക്കുടിയിൽ തന്നെ പിടിച്ചിട്ടേക്കാണ്. 2 മിനിറ്റ് സ്റ്റോപ്പാണുള്ളത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇപ്പം 5 മിനിറ്റിന് മേളിലായി, 5-6 മിനിറ്റിന് മേളിലായി. അല്ല, അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, രാമേശ്വരം ട്രിവാൻഡ്രം എക്സ്പ്രസ് വരുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു പിടിച്ചിട്ടേക്കുന്നത്. അപ്പുറത്ത് രാമേശ്വരം ട്രിവാൻഡ്രം എക്സ്പ്രസ് വരുന്നുണ്ട്. ഫസ്റ്റില് നീല ബോഗി ഉണ്ടോ? അയ്യോ, എൻ്റെ ഫേവറേറ്റ് ബോഗിയാണ് നീല ബോഗി. റോണിന് ലക്ഷം നീല ബോഗിയാണ്. കണ്ടോ, അവനെയാണ് ഈ മഞ്ഞ അടിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ഈ മഞ്ഞ എനിക്ക് ഇഷ്ടമില്ല. അതൊന്നും കളർ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് വിടാൻ ചാൻസ് ഉണ്ട്. ട്രിവാൻഡ്രം എക്സ്പ്രസ് അവിടെ നിന്ന് എടുത്തു. നമ്മളിപ്പോഴും ഇവിടെ കിടക്കാണ്. അതുകൊണ്ട് ആപ്പച്ച കാണിക്കുന്നുണ്ട്. ഇത് എന്താ ഇത്? ഇവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഇത് അറ്റ്ലീസ്റ്റ് ആ വണ്ടി പുള്ളി അങ്ങ് പോയിട്ട് പുള്ളിക്ക് അങ്ങോട്ട്, എന്റെ ദൈവമേ, ഇതൊക്കെ എന്താണോ എന്തോ. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. അവിടെ ആരാ? ഇവിടെ പാലം പണിയൊക്കെ നമുക്ക് തകർത്ത് നടക്കുന്നുണ്ട്. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല. റൂം ബുക്ക് ചെയ്തിട്ട് വേണം വൈകിട്ട് അമ്പലത്തിൽ പോകാൻ. അതാണ് മെയിൻ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം നാളെ നമുക്ക് വേറെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നാളെ പോകാമെന്നൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഇന്ന് തന്നെ എന്തെങ്കിലും പോകണം. അപ്പോൾ 4:30 ആകുമ്പോൾ എത്തുക, അല്ല 4:45 ആകുമ്പോൾ എത്തുക, എവിടെയെങ്കിലും റൂം കണ്ടുപിടിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, കുളിച്ച് നനച്ച് അമ്പലത്തിൽ പോവുക. അപ്പം അമ്പലത്തിനടുത്തായിട്ട് തന്നെ റൂം കണ്ടുപിടിക്കണം. രാമേശ്വരത്ത് ഞാൻ കുറേ റൂം നോക്കി, പക്ഷെ എല്ലാം ഭയങ്കര നെഗറ്റീവ്സ് ആയിരുന്നു. അപ്പം നേരിട്ട് കണ്ടെടുക്കാം എന്നൊരു പ്ലാനിലാണ്. പിന്നെ ബഡ്ജറ്റും കുറവാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം തന്നെ വേണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നത് സത്തിരക്കുടി എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അതൊരു 20 കിലോമീറ്ററിന് ശേഷമാണ് വരുന്നത്. അതിന് ശേഷം രാമനാഥപുരമാണ് വരുന്നത്. നമ്മൾ സത്തരക്കുടി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ട്. മുമ്പ് ഞാൻ കുറേ പക്ഷികളെ കണ്ടു. കുറേ പക്ഷികൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പക്ഷികൾ, ദേശാടന പക്ഷികൾ, അങ്ങനത്തെ കുറേ പക്ഷികളെ കണ്ടു. കണ്ടപ്പോഴാണ് ആക്ച്വലി ഓൺ ചെയ്തത്, പക്ഷെ അപ്പോഴത്തേക്കും പോയി. നമ്മൾ അങ്ങനെ രാമനാഥപുരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. 3:20 ആയേക്കാൻ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ. എല്ലായിടത്തും പണിയാണ്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു, അതിപ്പം പുതുക്കി പണിഞ്ഞ വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്നുള്ളത്. അതുകൊണ്ട് കണ്ടോ, ഇതിൻ്റെയും പ്ലാറ്റ്ഫോം അപ്പുറത്താണെങ്കിൽ ഇത് മൊത്തം അഴുക്കായി ചീത്തയാവുന്നുണ്ട്. ട്രെയിൻ ഇവിടുന്ന് കുറച്ചുകൂടി കാലിയായിട്ടുണ്ട്. നിറഞ്ഞ ട്രെയിനായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 1, 2, 3, 4, 5 ആറാമത്തെ അല്ലേ 6ാമത്തെ സ്റ്റോപ്പാണ് രാമേശ്വരം. ലേറ്റാണ്, 5 മണിയാകുമ്പോഴേ എത്തുള്ളൂ. നമ്മൾ 37 മിനിറ്റ് ലേറ്റാണ്. അങ്ങനെ നമ്മുടെ ഹോൺ അടിച്ചു. നമ്മുടെ ട്രെയിനിൽ ഇറങ്ങിയ ആൾക്കാരാണ് ഞാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് വിശക്കുന്നല്ലോ ഭക്ഷണം തരൂ. ഞാൻ കുറച്ച് മുമ്പേ ഉണ്ടല്ലോ മയിൽ പറക്കുന്നുണ്ട്. എന്ത് രസമായിരുന്നു അറിയോ മയിൽ ഇങ്ങനെ പറക്കുന്നത് കാണാനായിട്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു ട്രെയിൻ തഞ്ചാവൂർ പോണ ട്രെയിനാണല്ലോ. തിരുച്ചിറപ്പള്ളി എന്തോ പാസഞ്ചറാണ്. വില്ലുപുരം, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി. നമ്മളിത് കണ്ണെടുക്കാറായി കേട്ടോ. കാണാൻ അടിപൊളിയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സ്മെല്ലുണ്ട്. മണ്ഡപം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ 38 മിനിറ്റ് ലേറ്റാണ്. ഇതാണ് മണ്ഡപം. ബ്യൂട്ടിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്.
അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, വെയിറ്റിംഗ് ഏരിയ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ. അടുത്തത് ഇനി പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാമ്പൻ പാലം വരുന്നതായിരിക്കും. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ രാമേശ്വരമാണ്. ഇവിടെ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥ. ദേ പാമ്പൻ പാലം. പാമ്പൻ പാലം ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് പൊളിക്കുവാണ്. പഴയ ബ്രിഡ്ജ് കണ്ടത്, ആ പാലം പൊളിച്ചു കേട്ടോ. അതെ, ആ പാലം പൊളിച്ചേ. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാലമാണ് പാമ്പൻ പാലം. ഭയങ്കര സ്പീഡിലാണ് ട്രെയിൻ പോയത് ഉള്ളത് പറയാമല്ലോ. അങ്ങനെ നമ്മൾ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് പാമ്പൻ പാലം എന്നാണ്. കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ കിട്ടില്ലായിരുന്നു. ഇനിയിപ്പം നമ്മുടെ അടുത്ത സ്റ്റേഷൻ രാമേശ്വരമാണ്. ആ ഒരു പാലം പൊളിച്ചേക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മീൻസ് പഴയ പാലം ഇങ്ങനെ പൊങ്ങുന്ന പാലം ഉണ്ടായിരുന്നല്ലോ, ആ പാലം ആ നടുക്കുന്ന് പൊളിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്ത് അധികം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിടിച്ചിടാനാണോ എന്നറിയില്ല, ഭയങ്കര സ്ലോയിലാണ് ഈ ട്രെയിൻ ഇപ്പൊ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ പിടിച്ചിടാൻ വേണ്ടി തന്നെയായിരുന്നു, പിടിച്ചിട്ട്. പക്ഷേ അമ്പലത്തിൽ പോകാൻ ലേറ്റ് പോകുന്നേ, ആ ഒരു പ്രശ്നം. നമ്മുടെ ഒപ്പത്ത് ഒരു താമ്പരം രാമേശ്വരം എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നുണ്ട്. താമ്പരം രാമേശ്വരമാണ്. അങ്ങനെ നമ്മളിത് എടുത്തു ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ രാമേശ്വരം എത്താറായി തോന്നുന്നു. ഇത് അവിടെ മയില് കണ്ട, അവിടെ 2 ഉണ്ട്. നമ്മളങ്ങനെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മധുരൈ ടു രാമേശ്വരം പാസഞ്ചർ ട്രെയിനിന്റെ ഒരു ട്രാവൽ. അത്യാവശ്യം തിരക്കേടില്ലാത്ത ട്രെയിനാണ്. വാഷ്റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാർ നശിപ്പിച്ച് നാലാണക്കല്ലായിട്ടേക്കാണ്, ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം മധുരയിൽ നിന്ന് രാമേശ്വരം വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ട്രെയിനാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ തരാം.